കളി നടക്കുമെന്ന് തന്നെയാണോ പറയുന്നത്? ഞങ്ങളോട് പറയുന്നത് അങ്ങനെയാണ്. അല്ല, നമ്മളിപ്പോൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം ആ കളി വീണ്ടും അർജൻറ്റീനയെ കൊണ്ടുവരാൻ വന്ന സാങ്കേതികമായ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് കൊണ്ടുവരാനുള്ള പരിശ്രമം നന്നായി നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പോൾ ഒരു നേരിട്ട് സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഇത്തരം പ്രവർത്തനങ്ങളിൽ സർക്കാരും സ്വകാര്യ രംഗത്ത് നിൽക്കുന്നവരും സ്പോൺസർമാരുടെ എല്ലാവരുടെയും സേവനം വാങ്ങുക എന്നുള്ളതാണ്. സ്പോർട്സ് ഇത് വലിയ രൂപത്തിൽ വലിയ വിശാലമായി ചെയ്യേണ്ടതാണ്, വലിയ ചെലവുകൾ ഉള്ളതാണ്. അതപ്പോൾ സർക്കാരിനെ കൊണ്ട് മാത്രം സാധ്യമാകുക എന്നുള്ളതല്ല, സർക്കാരിൻ്റെ പിന്തുണയോടെ ഇതിന് സന്നദ്ധരായ ആര് വന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അല്ല, ഒരു വീഴ്ചയും വന്നതായിട്ട് ഞാൻ കാണണ്ട. GCD വളരെ കൃത്യമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും നമുക്ക് അറിയുന്നതല്ല. ഇല്ലില്ല, അതൊന്നും പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളത്തരം കാര്യങ്ങൾ തന്നെ അതൊക്കെ മറ്റേ ഭരണം നടത്തുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് 70 കോടി മുടക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ചെയ്യുന്നു പറഞ്ഞ് സ്പോൺസർ. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അത്തരത്തിലൊരു സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായിട്ട് അധികാരം വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിരുന്നു. അതിപ്പോൾ നമ്മൾ എന്താ മറുപടി പറയാം? നാട്ടിലെ ആളുകൾ എന്തെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്, അതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉടമയോ ഏതെങ്കിലും സ്പോൺസറോ ആരെങ്കിലും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കയറി ഞങ്ങളെങ്ങനെയാണ് അഭിപ്രായം പറയാം? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ഇല്ല. അതൊക്കെ തെറ്റായ ആശങ്കകളാണ്. ഒരു കാരണവശാലും നടക്കില്ല.